ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ മോഹൻലാലിൻ്റെ ഒരു മാസ് എൻട്രി പ്രതീക്ഷിച്ചവർക്കുള്ള മറുപടിയായി തന്നെ എമ്പുരാൻ മാറിയിരിക്കുകയാണ്. റിലീസ് ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ സിനിമ കണ്ടിറങ്ങിയ ബഹുഭൂരിപക്ഷം പ്രേക്ഷകരും ഒറ്റക്കെട്ടായി പറയുന്നു, ഇതൊരു അഡാർ ഐറ്റമാണ്, ഇത് കണ്ടിരിക്കേണ്ട ചിത്രമാണ്. മോഹൻലാലിൻ്റെ നടന വൈഭവവും അതോടൊപ്പം ആ മാസ് ലുക്കും എൻട്രിയും എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. ഇതൊരു കിടിലൻ പടമാണ്, ഗംഭീര ചിത്രമാണ്, എല്ലാവരും കണ്ടോളൂ, നഷ്ടം വരികയില്ല. ഇത് തന്നെയാണ് ഞാൻ രാവിലെ മുതൽ സോഷ്യൽ മീഡിയ മുഴുവൻ പരിശോധിച്ചപ്പോൾ കണ്ട റിവ്യൂ. പക്ഷേ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ചില സംഘടിത കേന്ദ്രങ്ങളിൽ നിന്ന് സംഘടിതമായ ആക്രമണങ്ങൾ എമ്പുരാന് നേരെ ഉണ്ടാവുകയാണ്. അഡ്വാൻസ് ബുക്കിങ്ങിൻ്റെ സമയത്ത് തന്നെ സൂപ്പർ ഹിറ്റ് ആകുമെന്ന് എല്ലാവരും പ്രവചിച്ച ചിത്രമാണ്. അതിൻ്റെ കണക്കുകൾ കണ്ട് ഞെട്ടിപ്പോവുകയായിരുന്നു ഇന്ത്യൻ സിനിമാ ലോകം. ലിയോ, പുഷ്പ 2 തുടങ്ങിയ ബ്രഹ്മാണ്ഡ ചിത്രങ്ങളുടെയൊക്കെ റെക്കോർഡ് ഭേദിച്ച് എമ്പുരാനൊരു വലിയ ഹൈപ്പ് ഉണ്ടാക്കിയിരുന്നു. ആ ഹൈപ്പ് തിയേറ്ററിലും കിട്ടി. അതുപോലെ തിയേറ്ററുകളിൽ മാരത്തോൺ റിലീസായിരുന്നു, മാരത്തോൺ ഷോകളാണ്, നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ് തിയേറ്ററുകളൊക്കെ. അതൊക്കെ യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ ദൃശ്യങ്ങളിലൂടെ, രാവിലെ ദൃശ്യമാധ്യമങ്ങൾ, ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഈ എമ്പുരാൻ്റെ ഒരു ഹൈപ്പ്, സൂപ്പർ ഹിറ്റ് എന്ന് പറയുന്ന സ്റ്റാറ്റസ് എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കണ്ട സുഹൃത്തുക്കളോടൊക്കെ വിളിച്ചു നോക്കുമ്പോൾ എല്ലാവരും തന്നെ പറയുന്നത് ഗംഭീര ചിത്രമാണ്, കാണേണ്ട പടമാണ്, ഇതിപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ പടമല്ല, കുറേ കാലം കഴിയുമ്പോഴും നിലനിൽക്കുന്ന ഒരു എവർഗ്രീൻ സിനിമയാണെന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ അത്രയും ഡയറക്ടർ ബ്രില്യൻസും അഭിനയ മികവും ഒക്കെ കൊണ്ട് എല്ലാം തികഞ്ഞു നിൽക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ ചിത്രം. ആ ചിത്രത്തിന് നേരെ പട്ടി ഓരിയിടുന്ന പോലെ കൂട്ടം കൂടി നിന്ന് കുരയ്ക്കുകയാണ് കുറേ എണ്ണങ്ങൾ. അതിൽ കുറേ പേര് ഓൺലൈൻ മേഖലയിലുള്ള യൂട്യൂബർമാരായിട്ടുള്ള ആളുകളാണ്. അവരുടെ പിന്നെ വയറ്റിപ്പഴപ്പാണെന്ന് വിചാരിക്കാം. ഇതിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് KP ശശികല, അതുപോലെ തന്നെ RSS നേതാവ് നന്ദകുമാർ തുടങ്ങിയ ആളുകളൊക്കെ, ജെ നന്ദകുമാറിനെ പോലുള്ളവരൊക്കെ പോസ്റ്റ് ഇടുകയാണ്. ഈ പോസ്റ്റ് ഇട്ടവരും ഇതിനെതിരെ കുരച്ചവരുമൊക്കെ ഒടുവിൽ കേരള ജനതയുടെ ഒന്നടങ്കമായിട്ടുള്ള പ്രതിഷേധത്തെ തുടർന്ന്, അല്ലെങ്കിൽ ശക്തമായ വിയോജിപ്പിനെ തുടർന്ന് മിണ്ടാണ്ടിരിക്കുകയും ഒപ്പമുള്ളവരുടെ പോലും പിന്തുണ കിട്ടാതെ പോവുകയും ചെയ്തു എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അതിലേക്ക് വരാം. ആദ്യം തന്നെ കേരളത്തിലെ അത്യാവശ്യം കാഴ്ചക്കാരുള്ള മറുനാടൻ മലയാളി എന്നൊരു യൂട്യൂബർ ഉണ്ട്. ആ യൂട്യൂബർ ഒരു വീഡിയോ ഇട്ടിട്ട് അതിന് കൊടുത്തിരിക്കുന്ന ഒരു തലക്കെട്ടെന്ന് പറയുന്നത്, എടാ രാജപ്പ, ലാലേട്ടനെ വെച്ച് ഈ ചതി വേണ്ടായിരുന്നു, പണി വാളി എന്നാണ്. അതായത് പൃഥ്വിരാജ് എന്ന സംവിധായകനെ, നടനെ എടാ രാജപ്പ എന്നങ്ങോട്ട് വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, പണി വാളി മോനെ, പടം പൊളിഞ്ഞു എന്ന മട്ടിൽ ഒരു ടൈറ്റിൽ അങ്ങിട്ടിട്ട് ഇത് കാണാൻ പോകുന്ന ജനങ്ങളോടൊക്കെ ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ, നിങ്ങൾ പോകരുത് കേട്ടോ, പടം പൊളിഞ്ഞിരിക്കുകയാണ് എന്ന നിലയിൽ ഒരു ഇങ്ങും തൊടാതുള്ളൊരു സാധനം. പക്ഷേ എന്തായാലും ഇങ്ങനെ ഒരു സംഘടിതമായ ഒരു ആക്രമണത്തിനൊരു ഉദാഹരണമായിട്ട് ഞാനിതിനെ വെക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊന്ന്, ഹൈപ്പുണ്ടാക്കിയ ആളുകളെ പറ്റിച്ചു, എമ്പുരാൻ സുഡാപ്പികളെ സുഖിപ്പിക്കാനോ ടിക്കറ്റ് റദ്ദാക്കി നിരവധി പ്രേക്ഷകർ. അത് മറ്റൊരു സംഘപരിവാർ പേജിൻ്റെ പോസ്റ്ററാണ്. അതുപോലെ മറ്റൊന്ന്, ലാലേട്ടനെ തേച്ചു, പൃഥ്വിരാജിന് ലാൽ ഫാൻസിൻ്റെ പൂരത്തെറി. ഇതൊന്നും കേരളത്തിൽ ഒരാളും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സിനിമ സുഡാപ്പികളുടെ സിനിമയാണ്, ടിക്കറ്റ് ബഹിഷ്കരിക്കണമെന്ന് എന്തായാലും BJP സംസ്ഥാന അധ്യക്ഷനോ അല്ലെങ്കിൽ BJPയുടെ നേതാക്കളോ പറഞ്ഞിട്ടില്ല. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MT രമേശ് ഈ വിഷയത്തിൽ ഇടപെടാതെ ആ സിനിമയല്ലേ നടക്കട്ടെ എന്ന് പറഞ്ഞ് മാറി. രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിൽ, സംസ്ഥാന അധ്യക്ഷനാണെങ്കിൽ, മോഹൻലാലിൻ്റെ ഒപ്പമുള്ള ഫോട്ടോ ഇട്ടിട്ട് ഈ പടം എന്തായാലും കാണുമെന്ന് പറഞ്ഞു. അതായത് ഈ ഓരിയിടുന്നവരൊക്കെ സംഘപരിവാറിൻ്റെ സൈഡ് പറ്റിയിട്ടാണ് ഓരിയിടുന്നത്. പക്ഷേ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇതിൻ്റെ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് നേരത്തെ സ്കൂട്ടായി. അതായത് ഇതിനെതിരെ പറയാൻ പോയി കഴിഞ്ഞാൽ പണി പാളും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ജസ്റ്റ് എസ്കേപ്പ് ആയിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന KP ശശികല പറയുന്നത് നോക്കുക, ഇതിലും വലിയ വെള്ളിയാഴ്ചയും വലിയ മൂന്നാളും ഒന്നിച്ചു വന്നിട്ടുണ്ട്. ഗോദ്ര എന്താണെന്ന് ഗുജറാത്തുകാർക്ക് നന്നായി അറിയാം, ഹിന്ദുത്വ എന്താണെന്നും അവർക്കറിയാം. ഏത് ഭാര്യയും കുന്നം ചാടിയാലും ചട്ടിയോളം. അത്ര തന്നെ സുഡാപ്പികൾ എന്തായാലും BJPക്ക് വോട്ട് ചെയ്യില്ല. ചെയ്യുന്നവരെയും ചെയ്യാൻ ഉദ്ദേശിച്ചവരെയും മാറ്റിക്കാൻ ഭാര്യൻ കുന്നലല്ല ഓൻ്റെ ബാപ്പ വിചാരിച്ചാലും നടക്കൂല. ഉഷപൂജയും ഉച്ചപൂജയും ഒരുമിച്ച് നടക്കട്ടെ എന്നാണ് KP ശശികല പറയുന്നത്. എന്താണ് ഇവർക്ക് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പ്രായാധിക്യം കൊണ്ട് തലയ്ക്കുള്ളിൽ വല്ല പ്രകമ്പനവും ഉണ്ടായതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല. കാരണം ഇത്രയൊക്കെ പറയാനും മാത്രം കേരളത്തിൽ ലക്ഷക്കണക്കിന് പേർ ഈ സിനിമ കണ്ടു കഴിഞ്ഞു. എന്നിട്ട് ഈ ഒരു ഒറ്റ അമ്മച്ചി മാത്രമാണ് ഇമാതിരി മെനക്കെട്ടൊരു അഭിപ്രായം പറയുന്നത്. ഈ സിനിമ BJPക്ക് വോട്ട് ചെയ്യണമെന്നോ വോട്ട് ചെയ്യേണ്ടെന്നോ പറയുന്നില്ല. അതുപോലെ തന്നെ ഈ സിനിമയിൽ എവിടെയും BJP ജയിക്കണമെന്നോ തോൽക്കണമെന്നോ പറയുന്നില്ല. ഇതിൽ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളുണ്ട് എന്ന് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞറിഞ്ഞു. അല്ലാതെ അതിനപ്പുറം പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തെ സൈഡ് ലൈൻ ചെയ്ത് സുഡാപ്പികൾക്ക് മൂട് താങ്ങി കൊടുക്കുന്ന ഒരു പരിപാടിയും ഇതിലില്ല എന്നാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയം പറയുന്ന, അത്തരത്തിൽ ഒരു രാഷ്ട്രീയം വിശകലനം ചെയ്യുന്ന ഒരു സിനിമയല്ല ഇതെന്നാണ് എൻ്റെ ഈ സിനിമ കണ്ട പ്രേക്ഷകരൊക്കെ പറയുന്നതായിട്ട് ഞാൻ കേട്ടത്. ഇന്ന് രാവിലെ മുതൽ ആയിരക്കണക്കിന് 10,000 ആളുകളുടെ ബൈറ്റുകൾ സോഷ്യൽ
സോഷ്യൽ മീഡിയയിലെ എല്ലാ പേജുകളിലും പോകുന്നുണ്ട്. ഇവിടെ എവിടെയും ആരും ഇതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയം, ഇത് സുഡാപ്പി രാഷ്ട്രീയമാണ് ഈ സിനിമ, അതുകൊണ്ട് ഞങ്ങൾ ഈ സിനിമ കാണുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് കുറേ ആളുകൾ കിടന്ന് അങ്ങോട്ട് ഓരിയിടുകയാണ്, അങ്ങോട്ട് കൂവുകയാണ്. അതായത് നമ്മൾ പറയില്ലേ, എന്താണ് ഒരാളെ അല്ലെങ്കിൽ ഒരു സംവിധാനത്തെ, ഇപ്പോൾ പൃഥ്വിരാജിനോട് കലിപ്പുള്ള കുറേ സംഘപരിവാറിൻ്റെ ആളുകളുണ്ട്. അത് പൃഥ്വിരാജിൻ്റെ രാഷ്ട്രീയത്തോടുള്ള, അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ രാഷ്ട്രീയത്തോടുള്ള കലിപ്പാണ്. ഇപ്പോൾ ജനഗണമന എന്ന സിനിമയിൽ പൃഥ്വിരാജ് പറഞ്ഞിട്ടുള്ള പല ഡയലോഗുകളും പിന്നീട് സംഘപരിവാറിനെതിരെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പൃഥ്വിരാജിൻ്റെ പല രാഷ്ട്രീയ നിലപാടുകളും അത്തരത്തിലുള്ള, അദ്ദേഹം ലക്ഷദ്വീപ് വിഷയത്തിലൊക്കെ എടുത്ത നിലപാട്, അങ്ങനെ പല നിലപാടുകൾ. അപ്പോൾ ആ വ്യക്തിയെ ടാർഗറ്റ് ചെയ്യാൻ ഒന്നും കിട്ടാതെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ മോശമാണ് എന്ന് പറഞ്ഞിട്ട് കൂവി തോൽപ്പിക്കുകയാണ്. അതിന് വേറൊരു പേരാണ് പറയുക, ഞാൻ പറയുന്നില്ല. അപ്പോൾ അത്രയ്ക്കും അസഹിഷ്ണുതയുള്ള, അത്രയ്ക്കും നെറികെട്ട മനസ്ഥിതിയുള്ള കുറച്ച് ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ. പക്ഷേ അല്ലാതെ വലിയൊരു വിഭാഗം, ഈ സംഘപരിവാറിൻ്റെ ഭാഗമായി നിൽക്കുന്ന കുറച്ചാളുകൾ, അതും സംഘപരിവാറിൽ തന്നെ ഇതിലൊരു ഭിന്നതയുണ്ട്. കുറേ ആളുകൾ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തോതിലൊന്ന് കൂവി നോക്കി. പക്ഷെ ജനങ്ങൾ ഇവരെയൊക്കെ ഒന്നടങ്കമെടുത്ത് തോട്ടിൽ കളഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൃഥ്വിരാജിൻ്റെ അപാരമായ, അസാധ്യമായ സംവിധാന മികവ്, മോഹൻലാൽ എന്ന മഹാനടൻ്റെ എല്ലാ കാലിബറും ഉപയോഗിച്ചുകൊണ്ടുള്ള അതിഗംഭീരമായ തീപ്പൊരി പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ അഭിനയ മികവ്, ഇതൊക്കെ ഒന്നിച്ച് ചേരുമ്പോൾ കുറച്ചെണ്ണങ്ങൾ മാറിയിരുന്ന് കൂവിയാൽ, ഓരിയിട്ടാൽ ആരും മൈൻഡ് ചെയ്യാനാണ്? എമ്പുരാൻ്റെ രോമത്തിൽ തൊടാൻ നിൻ്റെ ഒന്ന് ഓരിയിടലിന് സാധിക്കില്ലടാ എന്നാണ് മലയാളികൾ ഒന്നടങ്കം ഈ കൂവൽ സംഘത്തിനെതിരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ കൂവൽ സംഘം കിടന്ന് കൂവിയിട്ട് സിനിമയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. BJP നേതൃത്വത്തിന് പോലും, ഇപ്പം ഈ ശശികല എന്നൊക്കെ പറയുന്നത് സംഘപരിവാറിൻ്റെ വലിയ നേതാവാണ്, പക്ഷേ അവർ ഇതിനെതിരെ അഭിപ്രായം പറഞ്ഞ് അതിനെ സുഡാപ്പി രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് തിരികെ കൊടുത്ത് കുറേ ആളുകൾ ഓരിയിട്ടിട്ട് അത് BJP നേതൃത്വം ഏറ്റെടുത്തില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. BJP നേതൃത്വം മനസ്സിലാക്കുന്നു ഇതിലിടപെട്ടാൽ കൈ പൊള്ളുമെന്ന്. കാരണം ഒരു തെളിവുമില്ലാതെ വെളിവുമില്ലാതെ രാജപ്പ എടാ നിൻ്റെ പടം പൊട്ടിയടാ എന്നൊക്കെ പറഞ്ഞൊരു കൂതറ നിലവാരത്തിലേക്ക്, തറ നിലവാരത്തിലേക്കൊക്കെ BJP നേതൃത്വം ഇറങ്ങി വന്നാൽ ഇപ്പോഴത്തെ കാലത്ത് ജനങ്ങൾ ഒറ്റയടിക്ക് തിരിച്ചടിക്കുമെന്നും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും അവർക്ക് മനസ്സിലായിട്ടുണ്ടാകണം. അതുകൊണ്ടായിരിക്കും BJP ഈ സിനിമയെ തള്ളിപ്പറയാതെ ആ സിനിമ സംഘപരിവാറിനെ വിമർശിച്ചോട്ടെ, ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന മട്ടിൽ MT രമേശും ഈ സിനിമ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാലിനൊപ്പമുള്ള ചിത്രം ഇട്ടുകൊണ്ട് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ ഫോട്ടോ ഇട്ട് ഫേസ്ബുക്കിൽ അത് പ്രസിദ്ധീകരിച്ചത്. എന്തായാലും എമ്പുരാനെ കൂവിത്തോൽപ്പിക്കാൻ ഇറങ്ങിയവർ കണ്ടം വഴി ഓടുന്ന കാഴ്ച, അതാണ് ഇപ്പോൾ കാണുന്നത്. ജനങ്ങൾ ഒറ്റക്കെട്ടായി ഏറ്റെടുത്ത ചിത്രമായി, ഒരു വമ്പൻ അടാറ് ബ്രഹ്മാണ്ഡ ഹിറ്റായി ഈ ചിത്രം മാറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അണിയറ പ്രവർത്തകർക്കും ഈ സിനിമ ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്ന മലയാളികൾക്കുമൊക്കെ വലിയ ആശംസകൾ നേരുകയാണ്. കാരണം ഒരു സിനിമയെ സംഘടിതമായി ഒരടിസ്ഥാനവുമില്ലാതെ കൂവിത്തോൽപ്പിക്കാൻ അല്ലെങ്കിൽ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ നമ്മൾ സമ്മതിക്കരുത്. ഒരുപാട് പേരുടെ ഉപജീവനമാണ്, ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ്, ഒരുപാട് പേരുടെ എഫേർട്ടാണ്. ആ സിനിമ തല്ലിപ്പൊളിയാണെങ്കിൽ ആദ്യ മണിക്കൂറിൽ തന്നെ നമുക്കറിയാം. ഇപ്പോൾ മോഹൻലാലിൻ്റെ ബെറോസ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി, അണിയറ പ്രവർത്തകർ വലിയ അവകാശവാദമാണ് ഉന്നയിച്ചത്, പക്ഷേ ജനങ്ങൾ തിയേറ്ററിൽ തൊടിയിച്ചില്ല ആ സിനിമ. അപ്പോൾ മലയാളികൾക്കറിയാം നല്ല ചിത്രമാണെങ്കിൽ വിജയിപ്പിക്കാൻ അറിയാം. എമ്പുരാൻ്റെ ആദ്യ പ്രതികരണങ്ങളെല്ലാം ഒരുപോലെ ജനങ്ങൾ ഗംഭീരമായിട്ട് അതങ്ങ് ആഘോഷിച്ചൊരു ഉത്സവം പോലെ കൊണ്ടാടി. അങ്ങനെ ഒരു ചിത്രത്തെ അതിൽ പറയുന്ന ചില ഇൻസിഡൻറ്റ് വെച്ചിട്ട് അത് സുഡാപ്പി രാഷ്ട്രീയമാണ്, നമ്മൾ കൂവിത്തോൽപ്പിക്കണം, അതിനെ കാണരുത്, ടിക്കറ്റ് ബഹിഷ്കരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഒരാളും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് ഈ കൂവിത്തോൽപ്പിക്കൽ സംഘം മനസ്സിലാക്കിയാൽ നല്ലത് എന്ന് മാത്രമേ പറയാനുള്ളൂ.